ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗ്സ് ഓഫ് ഡിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ മലപ്പുറത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടാണ് കണ്ണൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ നാട്ടിൽ എത്തിയത് ട്രെയിനിലായിരുന്നു, പക്ഷേ തിരിച്ചു പോകുമ്പോൾ ബൈക്ക് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ബൈക്ക് എടുത്തിട്ട് പോയത്. ഏകദേശം രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വെയിലൊന്നും അധികം കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഇറങ്ങിയത്. പക്ഷേങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. ഒന്നാമത് റോഡിൽ ഫുള്ള് പണി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെവിടങ്ങളിലായിട്ടൊക്കെ വണ്ടി നിർത്തേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സൺലൈറ്റ് നന്നായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ കുറച്ച് വെയിൽ കുറവുള്ളത് കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം സൈഡിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഫുള്ള് കുഴിച്ചിട്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിലൊക്കെ നല്ല താഴ്ചയിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പോകുമ്പോൾ കാണാൻ പറ്റിയ മറ്റൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുഴകളും കായലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടേക്ക് എനിക്ക് നിർത്തണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അവിടെയൊന്നും സ്റ്റോപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ഞങ്ങളൊരു സൈഡിൽ നിർത്തിയിട്ട് ദിവ്യേട്ടൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. കാരണം ഒരുപാട് നേരം ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എന്തായാലും ചൂട് കൊണ്ട് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇതാ പിന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ആക്ച്വലി എനിക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളത് മാക്സിമം ഉപയോഗപ്പെടുത്താറുണ്ട്. നല്ല രസമാണല്ലോ ഇങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോകാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു രസമുള്ളൊരു ഫീല് തന്നെയാണ്. ബൈക്കിൽ ഈ ചൂടുള്ള സമയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ വിചാരിച്ചായിരുന്നു ടയേർഡായി പോകും എന്നുള്ളത്. പക്ഷേങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർ ആയതുകൊണ്ടാവും ചിലപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തത് കോഴിക്കോട് എത്താറായി കേട്ടോ. വലിയ വലിയ ബിൽഡിങ്ങും ഫ്ലാറ്റുകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കോഴിക്കോട് ഏകദേശം എത്താറായെന്ന്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ആകാശത്തിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി വരുന്നതായിട്ട് തോന്നിയത്. അപ്പം ഞാൻ എന്തായാലും അതൊരു വീഡിയോയിൽ എടുക്കണമെന്ന് വിചാരിച്ചു. കാരണം നല്ല രസമുണ്ടായിരുന്നു. നല്ല നീല ആകാശം, അതിൻ്റെ അവിടെ ഇങ്ങനെ ക്ലൗഡൊക്കെ വന്നിട്ട് നല്ല വെളുത്ത പാല് പോലത്തെ നിറത്തിലുള്ള ക്ലൗഡൊക്കെ വന്ന് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഏറെക്കുറെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും റോഡൊക്കെ കാണാനായിട്ട്. അപ്പം അധികം വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഹോളിഡേ ആണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കു കാര്യങ്ങളൊന്നും റോഡിൽ ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റിയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ വെയിലിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love. ഇപ്പം ഞങ്ങൾ ഏകദേശം കുറ്റിപ്പുറത്ത് എത്താറായി. ഇപ്പം നിങ്ങൾക്ക് ഇതാ മുന്നിലായിട്ട് കാണാൻ പറ്റുന്നതാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ട്രെയിൻ കയറിയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകേണ്ടത്. മാത്രമല്ല ഇതിൻ്റെ അടുത്തായിട്ടാണ് ഭാരതപ്പുഴയുള്ളത്. ഈ കാണുന്നതാണ് ഭാരതപ്പുഴ പാലമാണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഭാരതപ്പുഴ കാണാൻ കഴിയും. ഈ ഭാരതപ്പുഴയുടെ സൈഡിലായിട്ട് തന്നെ ഒരു ശിവപാർവതി ക്ഷേത്രമുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ഷേത്രമാണ്. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ക്ഷേത്രം ഉള്ളത്. ആ ക്ഷേത്രത്തിൽ നിന്ന് ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു കാഴ്ചയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ ക്ഷേത്രത്തിൻ്റെ അതിലൂടെ ഇതാ ഞങ്ങളുടെ റോഡിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഉച്ച കഴിഞ്ഞതോടെ നല്ല വിശപ്പ് വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് ഒരു വനിതാ ഹോട്ടൽ ഉണ്ടായിരുന്നു, അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ലൊരു സദ്യ മോഡലായിരുന്നു. ചോറും കറിയും വറവും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഫുഡായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതിനോട് പായസം ഉണ്ടായിരുന്നു. പായസത്തിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം സമയം ഉണ്ടായിരുന്നില്ല. വേഗം കഴിച്ചിട്ട് പോകാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ പോവുകയാണ്. ഇതിപ്പോൾ ഈ കാണുന്നത് എടപ്പാളാണ് കേട്ടോ. എടപ്പാളിലെ മേൽപ്പാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വലിയ ടൗൺ തന്നെയാണ്. ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഷോപ്പ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഒരു നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ എടപ്പാൾ ടൗൺ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ വലത്തോട്ടുള്ള വഴി ഇറങ്ങിയിട്ടാണ് നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ളത്. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ബസ്സൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ്. എല്ലാ ടൈമിലും ഇതിലൂടെ ബസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല.
ഞാൻ അധികവും അരമണിക്കൂറൊക്കെ ഇടവിട്ടിട്ടാണ് കാണാറുള്ളത്. അങ്ങനെ ആ വഴിയിലൂടെ ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പം ആ ഒരു ഏരിയ കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പാടങ്ങളും ആമ്പൽത്തോട്ടങ്ങളും കായലുകളൊക്കെയാണ്. ഈ ഒരു ഏരിയ എന്ന് നല്ല രസമാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഏരിയ ഇവിടെ വരേണ്ടത് ശരിക്കും ഒരു വൈകുന്നേര സമയങ്ങളിലാണ്. ആ സമയത്ത് ഒരുപാട് പേര് ഈ സ്ഥലത്തുണ്ടാവും. ഒന്നാമത് സൺസെറ്റ് കാണാൻ പറ്റും, മാത്രമല്ല ഒരുപാട് പേര് മീനിനെ പിടിക്കുന്നുണ്ടാവും. ആ ഒരു കാഴ്ച എന്ന് പറയാൻ അടിപൊളിയാണ് കേട്ടോ. ഉച്ചയായതുകൊണ്ടാണ് അധികം ആരും കാണാത്തത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല തിരക്കുണ്ടാവും. തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കെന്നല്ല, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടാവും. ഇതും ഇവിടുത്തെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെയും വൈകുന്നേരം വരുമ്പോഴാണ് എനിക്ക് നല്ലൊരു ഭംഗി ഫീൽ ചെയ്യാറുള്ളത്. എല്ലാത്ത സമയത്തും രസമുണ്ട്, പക്ഷേ കൂടുതലായിട്ടും അട്രാക്റ്റീവ് ആകുന്നത് വൈകുന്നേരം സമയങ്ങളിലാണ്. അപ്പം ആ കായലിൻ്റെ സൈഡിലൊക്കെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു രസമുള്ളൊരു സ്പോട്ടാണിത്. ഈ കാണുന്നത് മൊത്തം ആവൽപ്പാടങ്ങളാണ്, പക്ഷേ ഇപ്പം വിരിഞ്ഞായിട്ട് കാണുന്നില്ല. ബട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളിതാ അതൊക്കെ കവർ ചെയ്തിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി, മറഞ്ചേരി എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നും ഇടത്തോട്ടേക്കുള്ള റോഡ് കയറിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പം ഈ കാണുന്ന സൈഡിലായിട്ട് ഇടത് സൈഡിലായിട്ട് കാണുന്നതാണ് ദിവ്യേൻ്റെ ഓഫീസ് കേട്ടോ. അപ്പം അതൊക്കെ കവർ ചെയ്തിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ മുന്നിലായിട്ട് കാണുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെയും സെയിം ആണ്, ആമ്പൽത്തോട്ടങ്ങളാണ് ഫുള്ള്. ആമ്പൽത്തോട്ടങ്ങളും പാടങ്ങളും ഒക്കെയാണ് കാണാനുള്ളത്. നല്ല രസമാണ്. ഇവിടെയും വൈകുന്നേരമൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇങ്ങനെ പോകും. ഫുള്ള് ആമ്പലാണ് കേട്ടോ. പക്ഷേ ഇപ്പം എനിക്കങ്ങനെ ക്യാമറയിൽ അങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ ഗായ്സ്, നമ്മളിതാ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതൊരു വില്ലയാണ്, അതായത് ഒരു പ്ലോട്ടിൽ തന്നെ 4 വീട് വരുന്ന രീതിയിലുള്ള ഇതിലൊരു സെക്കൻഡ് ഉള്ള വീടാണ് നമ്മുടേത്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ജസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊന്നും ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു എന്താ പറയേണ്ട ഒരു ആഗ്രഹം കൊണ്ട് എടുത്തു വെച്ചാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും ഇതിൽ പറയാത്തതും കാണിക്കാത്തതൊക്കെ.